എല്ലാവരെയും ഇന്നത്തെ നമ്മുടെ മതബോധന പഠനത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമ്മൾ ഇന്ന് പഠിക്കുന്നത് 2569 2569 പേജ് 619. സൃഷ്ടിയുടെ യാഥാർത്ഥ്യങ്ങളിൽ നിന്നാരംഭിച്ചാണ് പ്രാർത്ഥനാ ജീവിതത്തിലേക്ക് എത്തുന്നത്. അതാണ് സൃഷ്ടി പ്രാർത്ഥനയുടെ ഉറവിടം. അതാണ് നമ്മുടെ ശീർഷകം. സൃഷ്ടി പ്രാർത്ഥനയുടെ ഉറവിടം. സൃഷ്ടിയുടെ യാഥാർത്ഥ്യങ്ങളിൽ നിന്ന് ആരംഭിച്ചാണ് പ്രാർത്ഥന ജീവിതത്തിലേക്ക് എത്തുന്നത്. ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ ആദ്യത്തെ 9 അധ്യായങ്ങൾ ആബേലിൻ്റെ ആട്ടിൻകൂട്ടത്തിലെ കടിഞ്ഞൂൽഫലങ്ങളുടെ അർപ്പണമായും ഏനോഷിൻ്റെ ദൈവനാമ പ്രഖ്യാപനമായും ദൈവത്തോടുള്ള നടന്നു നീങ്ങലായും ഈ ബന്ധത്തെ വിവരിക്കുന്നു. നോഹയുടെ ഹൃദയം നീതിനിഷ്ഠവും അവിഭക്തവും ആയിരുന്നതിനാൽ അദ്ദേഹത്തിൻ്റെ ബലി ദൈവത്തിന് പ്രീതികരമായി. അദ്ദേഹത്തെയും അദ്ദേഹത്തിലൂടെ സൃഷ്ടിപ്രപഞ്ചം മുഴുവനെയും ദൈവം അനുഗ്രഹിച്ചു. നോഹയ്ക്ക് മുൻപുണ്ടായിരുന്ന ഹേനോക്കിനെ പോലെ നോഹയും ദൈവത്തോടൊപ്പം നടന്നു. ഉൽപ്പത്തി 6:9, 8:20, 9:17 എല്ലാ മതങ്ങളിലും പെട്ട അനേകം നീതിമാന്മാർ പ്രായോഗികമാക്കുന്ന പ്രാർത്ഥനാ രീതിയാണിത്. ആത്മാവുള്ള എല്ലാ ജീവികളുമായി അലംഘനീയമായ ഉടമ്പടിയിലേർപ്പെടുന്ന ദൈവം. ഉൽപ്പത്തി 9:8-19, 8-16 ആത്മാവുള്ള എല്ലാ ജീവികളുമായി അലംഘനീയമായ ഉടമ്പടിയിലേർപ്പെടുന്ന ദൈവം മനുഷ്യരെ എക്കാലവും പ്രാർത്ഥിക്കാൻ ക്ഷണിച്ചിട്ടുണ്ട്. എന്നാൽ സർവോപരി നമ്മുടെ പിതാവായ അബ്രാഹാം മുതലാണ് പ്രാർത്ഥന പഴയ നിയമത്തിൽ വെളിപ്പെടുന്നത്. പ്രൈസ് ദ ലോർഡ്. സൃഷ്ടിയുടെ യാഥാർത്ഥ്യങ്ങളിൽ നിന്ന് ആരംഭിച്ചാണ് പ്രാർത്ഥന ജീവിതത്തിലേക്ക് എത്തുന്നത്. ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ ആദ്യത്തെ 9 അധ്യായങ്ങൾ ആബേലിൻ്റെ ആട്ടിൻകൂട്ടത്തിലെ കടിഞ്ഞൂൽ ഫലങ്ങളുടെ അർപ്പണമായും ആനോഷിൻ്റെ ദൈവനാമ പ്രഖ്യാപനമായും ദൈവത്തോടൊപ്പമുള്ള നടന്നു നീങ്ങലായും ഈ ബന്ധത്തെ വിവരിക്കുന്നു. അപ്പോൾ പ്രാർത്ഥനയുടെ ആരംഭമാണ്. കണ്ടോ, സൃഷ്ടിയിൽ നിന്നും ആരംഭിക്കുന്നു. പ്രാർത്ഥന ജീവിതത്തിലേക്ക് എത്തുന്നു. ആബേൽ ഇതാ തൻ്റെ കടിഞ്ഞൂൽ ഫലങ്ങളുടെ അർപ്പണം. ഈ പ്രാർത്ഥനാ ശൈലി ഇന്നും നമ്മൾ ചെയ്യുന്നതാണ്. ഇന്നും നമ്മൾ ഒത്തിരി തിരുനാൾ ഇതാണ് പുത്തൻ അരി കൊയ്ത്ത് ആദ്യ ഫലം കൊയ്ത്ത് കാലത്ത് അല്ലെങ്കിൽ നമ്മൾക്ക് വിളവുണ്ടാകുമ്പോൾ ആദ്യ ഫലം നമ്മൾ കർത്താവിന് കൊണ്ടുവന്ന് അർപ്പിക്കും. ഞാൻ ഓർക്കുന്നുണ്ട്, വീട്ടിൽ ആദ്യം ഒരു വാഴ കുലച്ചപ്പോൾ ആ ആദ്യത്തെ വാഴക്കൊലയും ചുമന്നുകൊണ്ട് പള്ളിയിൽ പോയത്. അപ്പോൾ നമ്മൾ അന്ന് ഇതൊന്നും മനസ്സിലാക്കിയില്ല. ഇങ്ങനെയാണ് സൃഷ്ടിയിൽ നിന്നും പ്രാർത്ഥന ജീവിതത്തിലേക്ക് ആരംഭിച്ചത്. കൊയ്ത്ത് കഴിയുമ്പോൾ ആദ്യം ഉണ്ടായ ധാന്യത്തിൽ ഒരു പറ നെല്ല് പള്ളിക്ക് നേരുന്നു. കർത്താവിൻ്റെ അൾത്താരയിൽ കൊണ്ടുവന്ന് വയ്ക്കുന്നു. ഉത്തരേന്ത്യയിലെല്ലാം നമ്മൾ ചെല്ലുമ്പോൾ
എല്ലാ ഞായറാഴ്ചയും അവിടെ കുർബാനയിൽ ഇങ്ങനെ പൈസയൊന്നുമല്ല അധികം കളക്ഷൻ വരുന്നത്. കുറച്ച് ഗോതമ്പ്, കുറച്ച് വെള്ളരിക്ക, കുറച്ച് ഉരുളക്കിഴങ്ങ്, ഇങ്ങനെയെല്ലാം പാവപ്പെട്ട ആൾക്കാർ അവരുടെ വീട്ടിലുണ്ടാകുന്ന പ്രകൃതി ദൈവത്തിൻ്റെ തന്നെയാണ്. ദൈവത്തിൻ്റെ പ്രവൃത്തിയാണ്. അതുകൊണ്ടാണ് നമ്മൾ വിശുദ്ധ കുർബാനയിൽ ബലിയർപ്പണത്തിന് അപ്പം എടുത്ത് വാഴ്ത്തുന്ന സമയത്ത് പറയുന്നത്, താവേ, ഇത് മനുഷ്യൻ്റെ പരിശ്രമത്തിൻ്റെയും ഭൂമിയുടെ അനുഗ്രഹത്തിൻ്റെയും ഫലമാണ്. ദിസ് ഈസ് ബ്ലെസ്സഡ് ബി ഗോഡ്, ക്രിയേറ്റർ ഓഫ് ഹെവൻ ആൻഡ് എർത്ത്. ദിസ് ബ്രെഡ് വി ഓഫർ യു, ദ വർക്ക് ഓഫ് ഹ്യൂമൻ ഹാൻഡ്സ് ആൻഡ് ദ ഫ്രൂട്ട് ഓഫ് ദ എർത്ത്. കണ്ടോ, പ്രാർത്ഥന ആരംഭിക്കുന്നതാണ്. അപ്പോൾ മനുഷ്യൻ്റെ സൃഷ്ടിയുടെ യാഥാർത്ഥ്യങ്ങളിൽ നിന്ന് ആരംഭിച്ചാണ് പ്രാർത്ഥന ജീവിതത്തിലേക്ക് എത്തുന്നത്. ബ്ലെസ്സഡ് ബി ഗോഡ്, ക്രിയേറ്റർ ഓഫ് ഹെവൻ ആൻഡ് എർത്ത്. ദിസ് ബ്രെഡ് വി ഓഫർ യു, ദ വർക്ക് ഓഫ് ഹ്യൂമൻ ഹാൻഡ്സ് ആൻഡ് ദ ഫ്രൂട്ട് ഓഫ് ദ എർത്ത്. ഒരു കർഷകൻ വിത്ത് വിതയ്ക്കുന്നു, മണ്ണ് പണിയുന്നു, കട്ടയുടയ്ക്കുന്നു, അവൻ്റെ വിയർപ്പ് കൊണ്ട് അവൻ അവിടെയെല്ലാം തയ്യാറാക്കി വിത്ത് വിതയ്ക്കുന്നു. വിത്ത് വിതച്ചാൽ പിന്നെ അതിനെ മുളപ്പിക്കുന്നത് കർത്താവാണെന്ന് അവനറിയാം. അവിടെ പ്രാർത്ഥന ആരംഭിക്കുന്നു. അങ്ങനെ ആ വിത്ത് മുളച്ചു, അത് വലുതായി. അവൻ നോക്കി നിൽക്കുമ്പോൾ അത് പൂത്തു, അത് ഫലമണിയുന്നു. അവൻ നോക്കി നിൽക്കേ അത് നല്ല വിളവ് നൽകുന്നു. ഇവിടെയെല്ലാം ദൈവത്തെ നമ്മൾ കാണണം. അതാണ് കർഷകർക്ക് ദൈവത്തിലുള്ള വിശ്വാസത്തിൻ്റെ ഒരു മാറ്റ്. അവർ നടുമ്പോൾ അവർക്കറിയാം ഇത് 3 ദിവസത്തിനകത്ത് മുളയ്ക്കും. ഞാൻ എൻ്റെ കുഞ്ഞുനാളിൽ എനിക്കുള്ള നല്ലൊരു ഓർമ്മയാണ്. അടുക്കളത്തോട്ടത്തിൽ അപ്പൻ വെണ്ടയ്ക്കയുടെ കുരു നടാൻ പോകുമ്പോൾ എന്നെ കൂടെ വിളിക്കും. ഒരു കൊച്ചായിരുന്ന ഞാൻ ഓർക്കുന്നു, എന്നെ വിളിച്ചിട്ട് പറയുന്നതേ, നമുക്ക് ഒരു സ്വർഗസ്ഥനായ പിതാവ് ചൊല്ലിയിട്ട് ഈ കുരു നടാം. ഈ കുരു നമ്മളിപ്പോൾ നടുമ്പോൾ 3 ദിവസം കഴിയുമ്പോൾ ഇത് മുളച്ച് വലുതാവും. ഇത് മുളയ്ക്കും, ഒരു മുള വരും. എന്നിട്ട് എനിക്ക് ഭയങ്കര ആകാംക്ഷയായിട്ട് ഞാൻ 2-ാം ദിവസം പോയിട്ട് അത് തുറന്ന് നോക്കി. അപ്പോൾ പറഞ്ഞു, ഇപ്പോൾ തുറക്കരുത്. പ്രകൃതി സൃഷ്ടിയിൽ നിന്ന് നമ്മൾ ഈ ദൈവത്തിൻ്റെ പ്രവൃത്തി പഠിക്കുകയാണ്. സൃഷ്ടിയുടെ യാഥാർത്ഥ്യങ്ങളിൽ നിന്ന് ആരംഭിച്ചാണ് പ്രാർത്ഥന ജീവിതത്തിലേക്ക് എത്തുന്നത്. ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ ആദ്യത്തെ 9 അധ്യായങ്ങൾ. അപ്പോൾ അവിടെ ഉൽപ്പത്തി പുസ്തകത്തിൽ നമുക്കെല്ലാം അറിയാം, ഏബേൽ ആദ്യം കർത്താവിന് ബലിയർപ്പിക്കുന്നു. കണ്ടോ, വലിയ ശ്രേഷ്ഠമായ പ്രാർത്ഥന. ഇന്നും നമ്മൾ വിശുദ്ധ കുർബാനയിൽ ആബേലിൻ്റെയും നോഹയുടെയും അബ്രാഹത്തിൻ്റെയും ബലിയോടുകൂടെ ഞങ്ങളുടെ ബലി നമ്മൾ ഓർക്കുന്നു. അപ്പോൾ പ്രാർത്ഥനയുടെ ആരംഭത്തിൻ്റെ പഴയ നിയമ പശ്ചാത്തലമാണ് ആബേൽ അർപ്പിച്ചു. എന്താണ് ആബേൽ അർപ്പിച്ചത്? കർത്താവ് തന്നെ നൽകിയ തൻ്റെ വിളവിൻ്റെ കടിഞ്ഞൂൽ ഫലങ്ങൾ, ആദ്യത്തെ ഫലങ്ങൾ. അപ്പോൾ ഇതിന്നും നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ ഇടവകകളിൽ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇന്നും അങ്ങനെ തന്നെ. പ്രാർത്ഥനയുടെ വലിയ ഒരു രഹസ്യം നമ്മളവിടെ മനസ്സിലാകുകയാണ്. ആര് പറഞ്ഞിട്ടാണ് ആബേൽ അങ്ങനെ ചെയ്തത്? അവിടെയാണ് ദൈവം തന്നെ പ്രാർത്ഥനയെ ആരംഭിക്കുന്ന ഒരവസ്ഥ. അങ്ങനെ ആ കടിഞ്ഞൂൽ ഫലങ്ങളുടെ അർപ്പണമായും ഏനോഷിൻ്റെ ദൈവനാമ പ്രഖ്യാപനമായും ദൈവത്തോടൊപ്പമുള്ള നടന്നു നീങ്ങലായും
ദൈവത്തോടൊപ്പം അവിടെ നടന്നു നീങ്ങലായും. ജനസിസ് 4:4 ജനസിസ് 4:4 ആബേൽ തൻ്റെ ആട്ടിൻകൂട്ടത്തിലെ കടിഞ്ഞൂൽ കുഞ്ഞുങ്ങളോടൊത്ത് അവയുടെ കൊഴുപ്പുള്ള ഭാഗങ്ങൾ അവിടത്തേക്ക് കാഴ്ചവെച്ചു. ആബേലും അവൻ്റെ കാഴ്ച വസ്തുക്കളിലും അവിടുന്ന് പ്രസാദിച്ചു. പ്രൈസ് ദ ലോർഡ്. കായൻ കർത്താവിൻ്റെ സന്നിധി വിട്ട് ഏദേന് കിഴക്ക് ദേശത്ത് വാസമുറപ്പിച്ചു. എന്നാൽ നോഹ 6:8 എന്നാൽ നോഹ കർത്താവിന് പ്രീതിക്ക് പാത്രമായി. നോഹ കർത്താവിനൊരു ബലിപീഠം നിർമ്മിച്ചു. ശുദ്ധിയുള്ള എല്ലാ മൃഗങ്ങളിലും പക്ഷികളിൽ നിന്ന് അവൻ അവിടത്തേക്ക് ഒരു ദഹനബലി അർപ്പിച്ചു. ഇത് പ്രളയത്തിന് ശേഷമാണ്. 8:20 ഭൂമുഖത്തുള്ള 9:17 ഭൂമുഖത്തുള്ള സകല ജീവികളുമായി ഞാൻ സ്ഥാപിക്കുന്ന ഉടമ്പടിയുടെ അടയാളം ഇതായിരിക്കും. മഴവില്ല് നോഹയോടും പുത്രന്മാരോടും ദൈവം വീണ്ടും അരുളി ചെയ്യുന്നു. മേഘങ്ങളിൽ മഴവില്ല് തെളിയുമ്പോൾ ഭൂമുഖത്തുള്ള എല്ലാ ജീവജാലങ്ങളുമായി ചെയ്ത എന്നേക്കുമുള്ള ഉടമ്പടി ഞാൻ ഓർക്കും. ദൈവം നോഹയോട് അരുളി ചെയ്യുന്നു. നോഹയുടെ ഹൃദയം നീതിനിഷ്ഠവും അവിഭക്തവുമായിരുന്നതിനാൽ അദ്ദേഹത്തിൻ്റെ ബലി ദൈവത്തിന് പ്രീതികരമായി. അദ്ദേഹത്തെയും അദ്ദേഹത്തിലൂടെ സൃഷ്ടിപ്രപഞ്ചം മുഴുവനെയും ദൈവം അനുഗ്രഹിച്ചു. സൃഷ്ടിപ്രപഞ്ചം മുഴുവനെയും. മേഘങ്ങളിൽ മഴവില്ല് തെളിയുമ്പോൾ 9:16 ഭൂമുഖത്തുള്ള എല്ലാ ജീവജാലങ്ങളുമായി ചെയ്ത എന്നേക്കുമായുള്ള ഉടമ്പടി ഞാൻ ഓർക്കും. ഇതൊക്കെ ഇന്നും നമ്മൾക്ക് അനുഗ്രഹം വർഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ നോഹാപ്പാപ്പൻ്റെ വിശ്വാസം, ആ നോഹാപ്പാപ്പനിലൂടെ ദൈവം ചെയ്ത പ്രാർത്ഥന, നോഹയുടെ വിശ്വാസം. നോഹ കർത്താവിൻ്റെ ശബ്ദം കേട്ടു. നോഹ കർത്താവ് പറഞ്ഞതനുസരിച്ചു. നോഹ ഒരു പേടകമുണ്ടാക്കി. ആ പേടകത്തിൽ നോഹ പ്രാർത്ഥനാപൂർവം അത്യത്ഭുതകരമായ സംഭവങ്ങൾ, അവിടെയെല്ലാം പ്രാർത്ഥന ഉത്ഭവിക്കുന്നു. പ്രാർത്ഥന എങ്ങനെ ഉത്ഭവിക്കുന്നത്? നോഹ ദൈവസ്വരം കേട്ടതെങ്ങനെ? പ്രാർത്ഥനയുടെ വലിയ രഹസ്യമാണ്. ഈശോയെ നന്ദി. ഇനി 280 അല്ലെങ്കിൽ അവിടെ 6-ാമത്തെ നോഹയ്ക്ക് മുൻപുണ്ടായിരുന്ന ഹേനോക്കിനെ പോലെ നോഹയും ദൈവത്തോടൊപ്പം നടന്നു. അങ്ങനെ അവിടുത്തെ 2-ാം പാരഗ്രാഫ്, ആത്മാവുള്ള എല്ലാ ജീവികളുമായി അലംഘനീയമായ ഉടമ്പടിയിൽ ഏർപ്പെടുന്നു. അതാണ് ജനസിസ് 9:8 മുതൽ 16 വരെ. 8 മുതൽ 16 വരെ 9 വായിക്കുന്നത്. മനുഷ്യരെ എക്കാലവും പ്രാർത്ഥിക്കാൻ ക്ഷണിച്ചിട്ടുണ്ട്. അതിൻ്റെ എല്ലാം ഉത്ഭവമാണ് നമ്മൾ ഉൽപ്പത്തി പുസ്തകത്തിൽ കാണുന്നത്. എന്നാൽ സർവോപരി നമ്മുടെ പിതാവായ അബ്രാഹം മുതലാണ് പ്രാർത്ഥന പഴയ നിയമത്തിൽ വെളിപ്പെടുന്നത്. നമുക്ക് കാറ്റക്കിസത്തിൽ 288 നീങ്ങാം. 288 ഇങ്ങനെ ഇവിടെ സൃഷ്ടിയെ പറ്റിയുള്ള വെളിപാടാണ്. സൃഷ്ടിയെക്കുറിച്ചുള്ള മതബോധനം. ഇങ്ങനെ സൃഷ്ടിയെപ്പറ്റിയുള്ള വെളിപാട് ഇത് നമ്മൾ പഠിക്കാൻ പോകുന്നുള്ളൂ, പഠിച്ചിട്ടില്ല. ഏകദൈവവും അവിടുത്തെ ജനതയും തമ്മിലുള്ള ഉടമ്പടിയുടെ വെളിപാടിൽ നിന്നും
ഉണ്ടോ? സൃഷ്ടിയെപ്പറ്റിയുള്ള വെളിപാട്, സൃഷ്ടിയെപ്പറ്റിയുള്ള വെളിപാട്, ഏക ദൈവവും അവിടുത്തെ ജനതയും തമ്മിലുള്ള ഉടമ്പടിയുടെ വെളിപാടിൽ നിന്നും അതിൻ്റെ സ്ഥാപനത്തിൽ നിന്നും വേർപെടുത്താവുന്നതല്ല. ഈ ഉടമ്പടിയിലേക്കുള്ള പ്രഥമ പടിയായും ദൈവത്തിൻ്റെ സർവശക്തമായ സ്നേഹത്തിൻ്റെ പ്രഥമവും സാർവജനീനവുമായ സാക്ഷ്യമായും സൃഷ്ടി നമ്മുടെ മുമ്പിൽ വെളിപ്പെടുത്തപ്പെടുന്നു. പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്. 126 ജനസിസ്, ഉൽപ്പത്തി 15:5, ജെറമിയ 33:19, 26 ഇങ്ങനെ സൃഷ്ടിയെപ്പറ്റിയുള്ള വെളിപാട് ഏക ദൈവവും അവിടുത്തെ ജനതയും തമ്മിലുള്ള ഉടമ്പടിയുടെ വെളിപാടിൽ നിന്നും അതിൻ്റെ സ്ഥാപനത്തിൽ നിന്നും വേർപെടുത്താനാവുന്നതല്ല. അതാണ് നമ്മൾ കേട്ടത്. നോഹയോട് കർത്താവ് ഉടമ്പടി ചെയ്തു. ഈ ഉടമ്പടിയിലേക്കുള്ള പ്രഥമ പടിയായും ദൈവത്തിൻ്റെ സർവശക്തമായ സ്നേഹത്തിൻ്റെ പ്രഥമവും സാർവജനീനവുമായ സാക്ഷ്യമായും സൃഷ്ടി നമ്മുടെ മുമ്പിൽ വെളിപ്പെടുത്തപ്പെടുന്നു. 15:5 പ്രവാചകന്മാരുടെ സന്ദേശത്തിലും സങ്കീർത്തനങ്ങളിലെയും ആരാധനാക്രമത്തിലെയും പ്രാർത്ഥനകളിലും തിരഞ്ഞെടുക്കപ്പെട്ട ജനത്തിൻ്റെ വിജ്ഞാനമൊഴികളിലും സൃഷ്ടിയെപ്പറ്റിയുള്ള സത്യം വർദ്ധിത വീര്യത്തോടെ പ്രകാശിതമാകുന്നു. വർദ്ധിത വീര്യത്തോടെ. പേജ് നമ്പർ 77. അവിടുന്ന് അവനെ പുറത്തേക്ക് കൊണ്ടുവന്നിട്ട് പറഞ്ഞു, ആകാശത്തേക്ക് നോക്കൂ. കണ്ടോ? അതാണ് സൃഷ്ടിയെ ഉടമ്പടി. ആകാശത്തിലേക്ക് നോക്കൂ. ആ കാണുന്ന നക്ഷത്രങ്ങളുടെ എണ്ണം എടുക്കാൻ കഴിയുമോ? നിന്റെ സന്താന പരമ്പരയും അതുപോലെ ആയിരിക്കും. നമ്മൾ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, നമ്മൾ ഓരോരുത്തരെയുമാണ് കർത്താവ് അന്ന് അവിടെ കാണിച്ചു കൊടുത്തത്. അബ്രാഹത്തോട് പറഞ്ഞു, ദാ ആ നക്ഷത്രങ്ങളെ നിനക്ക് എണ്ണാൻ പറ്റുമോ? ഇല്ല കർത്താവ്, എന്നാൽ ആ നക്ഷത്രങ്ങളെപ്പോലെ നിനക്ക് ഞാൻ മക്കളെ തരും. ഇതാ കാണുന്നൊരു വലിയ നക്ഷത്രം കണ്ടോ? അത് തോമസ് പോളാണ്. ആ കാണുന്ന നക്ഷത്രം നിങ്ങളെ, നമ്മൾ ഓരോരുത്തരെയും കർത്താവ് മാനത്ത് കണ്ടു അന്ന് നക്ഷത്രമായിട്ട്. അപ്പോൾ പ്രാർത്ഥനയുടെ മഹാവിസ്മയം ആണിതെല്ലാം. സൃഷ്ടി പ്രപഞ്ചത്തെ നോക്കിക്കൊണ്ടാണ് പറയണത്. കണ്ടോ, നീ നോക്കിയേ, ഇതൊക്കെ കർത്താവാണ് ഇതിനെല്ലാം സൃഷ്ടിച്ചത്. ആ നക്ഷത്രങ്ങളെ പോലെ ഞാൻ നിനക്ക് മക്കളെ തരും. പ്രൈസ് ദ ലോർഡ്. അപ്പോഴാണ് അബ്രാഹം ചിരിച്ചത്. ആ ചിരിയാണ്, അബ്രാഹം ചിരിച്ചു, പൊട്ടിച്ചിരിച്ചു എന്നാണ് പറയണത്. ചില ബൈബിൾ ചില വ്യാഖ്യാനത്തിൽ ആ പൊട്ടിച്ചിരി എന്നുള്ള വാക്കാണ്. പൊട്ടിച്ചിരി എന്ന് എബ്രായ ഭാഷയിൽ പൊട്ടിച്ചിരി എന്ന് പറഞ്ഞാൽ ഇസഹാക്ക് പൊട്ടിച്ചിരി. അത് വയസ്സായി കുഞ്ഞുങ്ങളില്ലാതെ തനിക്കിനി ഒരു കുഞ്ഞുണ്ടാകില്ല, തൻ്റെ ശരീരം മൃതപ്രായമായി എന്നിരിക്കുന്ന സമയത്താണ് കർത്താവ് ഇത് പറയുമ്പോൾ അതിൽ വിശ്വസിക്കുകയും അതങ്ങ് സംഭവിച്ചമായി മനസ്സിലാക്കുകയാണ് അദ്ദേഹം. കർത്താവ് ചെയ്തു, എനിക്കൊരു കുഞ്ഞുണ്ടാവും. ഇനി അവിടെ യാതൊരു സംശയമില്ല. ആകാശത്തിലെ നക്ഷത്രം കണ്ടോ? അതുപോലെ നിനക്ക് കുഞ്ഞുണ്ടാവും, നിനക്ക് ഞാൻ മക്കളെ തരും. അവിടെ അല്പം പോലും സംശയിക്കാത്ത ഒരവസ്ഥയെക്കുറിച്ചൊന്ന് ചിന്തിച്ച്, അല്പം പോലും സംശയിക്കാത്ത ഒരവസ്ഥ. അവിടെയാണ് പ്രാർത്ഥന. അല്പം പോലും സംശയിക്കുന്നില്ല.
അല്പം പോലും സംശയിക്കുന്നില്ല അബ്രഹാം. പ്രവാചകന്മാരുടെ സന്ദേശത്തിലും സങ്കീർത്തനങ്ങളിലെയും, ഇപ്പോൾ നമ്മൾ സങ്കീർത്തനം പാടി കണ്ടോ, സങ്കീർത്തനമെല്ലാം പാടിയപ്പോൾ പ്രകൃതിയുമായിട്ട് ഇഴകിച്ചേർന്ന ഒരവസ്ഥയാണ് നമ്മൾ പാടിയത്. പ്രവാചകന്മാരുടെ സന്ദേശത്തിലും സങ്കീർത്തനങ്ങളെയും 127, അതായത് ഏഷ്യ 44:24, ഏഷ്യ 44:24, ഏഷ്യ 44:24, ഏഷ്യ 44:24, സങ്കീർത്തനം 104, സങ്കീർത്തനം 104, പ്രോവർബ് 8:22, പ്രോവർബ് 8:22. അപ്പോൾ ഇവിടെ എല്ലാം സങ്കീർത്തനം 44:24. ഓക്കെ, അവിടെ പറയാണ് വിജ്ഞാന മൊഴികളിലും സൃഷ്ടിയെ പറ്റിയുള്ള സത്യം വർദ്ധിത വീര്യത്തോടെ പ്രകാശിതമാകുന്നു. നല്ലൊരു മലയാളം വാക്കാണ്, വർദ്ധിത വീര്യത്തോടെ. എന്താണ് അവിടെ? ഗർഭത്തിൽ നിനക്ക് രൂപം നൽകിയ നിന്റെ രക്ഷകനായ കർത്താവ് അരുളി ചെയ്യുന്നു, എല്ലാം സൃഷ്ടിക്കുകയും ആകാശത്തെ വിരിക്കുകയും ഭൂമിയെ വ്യാപിപ്പിക്കുകയും ചെയ്ത കർത്താവ് ഞാനാണ്. ആരുണ്ടായിരുന്നു അപ്പോൾ എന്നോട് ഒന്നിച്ച് യേശയ്യ. അതാണ്. അപ്പോൾ സൃഷ്ടിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ദൈവം എല്ലാം പറയുന്നത്. ഗർഭത്തിൽ നിനക്ക് രൂപം നൽകിയ. കണ്ടോ, നമ്മൾ ചോദിച്ചിട്ടാണോ, നമ്മൾ പ്രാർത്ഥിച്ചിട്ടാണോ? ഇപ്പോഴെല്ലാം ആരെങ്കിലും ഗർഭിണിയാകുമ്പോഴേക്കും ഉടനെ ഡോക്ടറെ അടുത്തേക്കാണ് ഓടുന്നത്. ഉടനെ ബ്രദറെ പ്രാർത്ഥിക്കണേ, ഗർഭിണി. ഞാൻ പറഞ്ഞു, നീ എന്തിനാ വിഷമിക്കണേ? നീ കർത്താവല്ലേ നിൻ്റെ ഗർഭത്തിൽ പ്രവർത്തിക്കുന്നത്. എൻ്റെ അമ്മ 10 പ്രസവിച്ചു. ഒരാശുപത്രിയിലും പോകാതെ വീട്ടിൽ തന്നെയാണ് 10 പ്രസവിച്ചത്. നിങ്ങളെല്ലാം അമ്മമാരെക്കുറിച്ച് ചിന്തിച്ച് നോക്കിക്കോ. 10 പ്രസവിച്ചു, വീട്ടിൽ തന്നെ പ്രസവിച്ചു. അമ്മ പറയണ്ടായിരുന്നു, ആ പ്രസവിക്കണ അന്ന് പോലും രാവിലെ സ്കൂളിൽ പഠിപ്പിക്കാൻ പോയി, ഉച്ച കഴിഞ്ഞ് വന്നങ്ങ് വീട്ടിൽ കിടന്ന് പ്രസവിച്ചു. കണ്ടോ, എല്ലാ ദിവസവും നന്നായിട്ട് ജോലി ചെയ്തുകൊണ്ടിരുന്നു, ഒരു കുഴപ്പമുണ്ടായില്ല. പക്ഷേ ഇന്നത്തെ കാലത്ത് ഗർഭിണിയാകുമ്പോൾ ഏതാണ്ട് രോഗം വന്ന മാതിരിയാണ് ആളുകൾ ചിന്തിക്കണത്. ദൈവത്തിൻ്റെ സൃഷ്ടിയുടെ ഏറ്റവും വലിയൊരു പ്രവൃത്തിയാണെന്ന് മനസ്സിലാക്കുന്നില്ല നമ്മൾ. ഗർഭിണിയായി ഡോക്ടറെ അടുത്ത് പോകണം, സ്കാനിങ് ചെയ്യണം. സ്കാനിങ് ചെയ്യുമ്പോൾ എന്തോ അവിടെ ഉടനെ നമുക്ക് ആകാംക്ഷയാണ്, എല്ലാം ശരിയായോ? ശരിയായില്ലെങ്കിൽ ഡോക്ടർ പറഞ്ഞു, ചിന്തിക്കും നിങ്ങൾ. പലപ്പോഴും ഞാനിപ്പോഴും ഓർക്കാണ്, UK ഒരു കുടുംബം വന്നിട്ട് എന്നോട് പറഞ്ഞു, ഫോൺ ചെയ്ത പോലെ ഇങ്ങനെ ഡോക്ടർ പറഞ്ഞു എന്തോ കുഴപ്പമുണ്ട്. അതുകൊണ്ട് അന്ന് അവിടെ ഞാനൊരു ധ്യാനം നടത്തുന്ന സമയത്താണ്. അവിടെ വെച്ച് ഒരു ദമ്പതിമാർ എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, ഇങ്ങനെ ഗർഭിണിയാണ്, പക്ഷേ ഡോക്ടർ പറഞ്ഞ് വളരെ എന്തോ പ്രശ്നമുണ്ട്, അതുകൊണ്ട് അതിൻ്റെ വെള്ളം കുത്തിയെടുത്ത് അമേരിക്കയ്ക്ക് അയക്കണം ടെസ്റ്റ് ചെയ്യാനായിട്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു, ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യാനാണ് നിങ്ങൾ തീരുമാനിക്കണേ? ഡോക്ടർ ടെസ്റ്റ് ചെയ്ത് വന്നു, എന്നിട്ട് പറഞ്ഞു ഭയങ്കര പ്രശ്നമുണ്ട് എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യാനാണ് ഉദ്ദേശിക്കണേ? അപ്പോഴാണ് അവർ ചിന്തിക്കണം, ശരിയാണല്ലോ, നമ്മളെന്താ ചെയ്യുക? നമ്മൾ ഒന്നും ചെയ്യാനല്ല, ദൈവമല്ലേ എല്ലാം ചെയ്യണത്. അവർക്കങ്ങ് പെട്ടെന്നൊരു സമാധാനം അങ്ങ് വന്നു. വെള്ളം കുത്തിയെടുത്ത് അമേരിക്കയിലേക്ക് അയച്ച് ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ടെസ്റ്റിൽ എന്തെങ്കിലും പ്രശ്നം വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാനാണ് ഉദ്ദേശിക്കണേ? അപ്പോൾ നമ്മൾ വൈദ്യശാസ്ത്രം ദൈവത്തെ ഇങ്ങനെ ടെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ടെസ്റ്റ് ചെയ്തോളൂ, പക്ഷെ എന്ത് ചെയ്യും നമ്മൾ? ഒന്നും ചെയ്യാനില്ല ബ്രദറെ. ശരിയാണല്ലോ, കർത്താവേ നന്ദി എന്ന് പറഞ്ഞ് അവർ സ്തുതിച്ചു. അവർ അന്ന് പോയി. അത് കഴിഞ്ഞ് ഒരു 6-7 വർഷം കഴിഞ്ഞപ്പോൾ
അവരെ പലപ്പോഴും കാണുന്നുണ്ടായിരുന്നു. 6-7 വർഷം കഴിഞ്ഞപ്പോൾ ഞാനൊരു സ്ഥലത്ത് വെച്ച് അവരെ കണ്ടപ്പോൾ, ബ്രദറെ ഇതാണ് ആ കുഞ്ഞ്, അന്ന് ഡോക്ടർ പറഞ്ഞില്ലേ എന്തോ വലിയ പ്രോബ്ലം, ഒരു കുഴപ്പമില്ല. ഒരുപാട് കേസുകൾ നമ്മൾക്ക് പ്രാർത്ഥിക്കാൻ വരുന്നുണ്ട്. ഗർഭിണിയായി ഇങ്ങനെ സ്കാൻ ചെയ്തു, വെള്ളം ചെക്ക് ചെയ്തു, അതെന്തോ പ്രശ്നമുണ്ട്. ഞാനതൊന്നും പറയുന്നില്ല, ആളുകളെ പേടിക്കേണ്ട. അപ്പോൾ ഇത് കേട്ടുകൊണ്ട് നമ്മളങ്ങ് ഭയക്കുകയാണ്. നമ്മൾ മീൻകറി ഉണ്ടാക്കുമ്പോൾ ഒരു മീൻകറി കുക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, മീൻകറി പാകപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. ആ മീൻകറിയിൽ വെള്ളവും മസാലകളും എല്ലാം ഇട്ട് കഴിഞ്ഞാൽ അപ്പം തന്നെ രുചിച്ച് നോക്കിയാൽ അതിന് വല്ലതും അറിയോ? അതിൻ്റെ ആ മീൻകറി പാകപ്പെട്ട് അവസാനം ആയി കഴിയുമ്പോൾ അതല്പം രുചിച്ച് നോക്കുകയാണെങ്കിൽ എന്തെങ്കിലും മനസ്സിലാവും കറി എങ്ങനെയുണ്ട്. അപ്പോൾ ഇത് തുടങ്ങുമ്പോഴേ തന്നെ ഇങ്ങനെ കുത്തി കുത്തി ചെക്ക് ചെയ്തുകൊണ്ടിരിക്കേണ്ട എന്താവശ്യം? കർത്താവ് സൃഷ്ടാവാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഓരോ അമ്മയെയും ഓരോ ഗർഭിണികളെയും കാണുമ്പോൾ ഹൃദയത്തിൽ ഭയങ്കര സന്തോഷമാണ്. എന്തുകൊണ്ടാണ്? ദൈവത്തിൻ്റെ അത്ഭുതം പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുകയാണ്. അവിടെ ദൈവത്തിൻ്റെ അത്ഭുത പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുന്നത് കണ്ട് ദൈവത്തിനെ സ്തുതിക്കൂ. ഉടനെ ഭയപ്പെടുകയും വേദനിക്കുകയും ഉടനെ ആശുപത്രിയിലേക്ക് ഓടാതെ ദൈവത്തിനെ സ്തുതിക്കൂ. ദൈവമേ നന്ദി പറയണു. ക്ഷമിക്കണേ, ഞാനിങ്ങനെയൊക്കെ പറയണത് ഇന്നത്തെ കാലഘട്ടവും നമ്മുടെയൊക്കെ മാതാപിതാക്കളുടെ കാലഘട്ടവും തമ്മിലുള്ള അവസ്ഥ ഒന്ന് ചിന്തിച്ച് നോക്കിയൊന്ന്. ഓ, എന്തോ ഒരു വ്യത്യാസമല്ലേ, എന്തോ ഒരു വ്യത്യാസം. കർത്താവ് തൻ്റെ സൃഷ്ടികർമ്മത്തിൻ്റെ ആരംഭത്തിൽ തൻ്റെ എല്ലാ ആദ്യ സൃഷ്ടികളിലും ആദ്യത്തേതായി എന്നെ സൃഷ്ടിച്ചു. സുഭാഷിതങ്ങൾ 8:28. കർത്താവ് തൻ്റെ സൃഷ്ടികർമ്മത്തിൻ്റെ ആരംഭത്തിൽ തൻ്റെ എല്ലാ ആദ്യ സൃഷ്ടികളിലും ആദ്യത്തേതായി എന്നെ സൃഷ്ടി. ഓക്കെ, അപ്പോൾ ഞാൻ അടുത്തത്, ഇപ്പോൾ നമ്മൾ ഇനിയും പ്രാർത്ഥനയെക്കുറിച്ചെല്ലാം പഠിക്കുമ്പോൾ മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങളാണ്. സൃഷ്ടിയെപ്പറ്റിയുള്ള സത്യം വർദ്ധിത വീര്യത്തോടെ പ്രകാശിതമാകുന്നു. വളരെ നന്നായിട്ടുണ്ട് ആ വാക്ക്. ഓക്കെ, 58 പറയുന്നത് നോഹയുമായി ദൈവം നടപ്പാക്കിയ ഉടമ്പടി. ഇത് നമ്മൾ പഠിച്ചു കഴിഞ്ഞ ഭാഗമാണ്. വിജാതീയരുടെ കാലത്തുടനീളം സുവിശേഷത്തിൻ്റെ സാർവത്രിക പ്രഘോഷണ ഘട്ടം വരെ, വിജാതീയരുടെ കാലത്തുടനീളം സുവിശേഷത്തിൻ്റെ സാർവത്രിക പ്രഘോഷണ ഘട്ടം വരെ പ്രാബല്യമുള്ളതാണ്. ഇത് വളരെ ഭയങ്കര ഒരു കാര്യമാണിത്. ഇതൊന്നും നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ്. ഇത് കേട്ടപ്പോൾ നമ്മൾ ഈ അവസാന കാലത്ത് അതുണ്ടാവും ഇതുണ്ടാവും എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര പേടിപ്പിച്ച് നമ്മൾ നടക്കുകയാണ് ഇങ്ങനെ. എന്നാൽ നോഹയുമായി ദൈവം നടപ്പാക്കിയ ഉടമ്പടി, ആ മഴവില്ല് കാണുമ്പോൾ നീ ഓർത്തോളൂ, ഇത് ഞാൻ നിന്നോട് ചെയ്തിട്ടുള്ള, നിന്നോടും നിൻ്റെ മക്കളോടും നിൻ്റെ തലമുറകളോടും ചെയ്തിട്ടുള്ള ഉടമ്പടിയാണ്. അത് നമ്മുടെ പ്രവൃത്തി അനുസരിച്ചിട്ടാണോ ഈ ഉടമ്പടിയെല്ലാം ചെയ്തത്? നമ്മൾ നോക്കുമ്പോൾ ആ ജാതിക്കാർ ഈ ജാതിക്കാർ അവർ ക്രിസ്ത്യാനിക്കെതിരെ അവരങ്ങനെ ചെയ്തു, ക്രിസ്ത്യാനിയെ പീഡിപ്പിച്ച്, ഇതെല്ലാം പറഞ്ഞ് നമ്മൾ ബഹളം ഉണ്ടായിക്കൊണ്ട് നടക്കുകയാണ്. എന്നാൽ ഈ പീഡിപ്പിച്ച ആൾക്കാരെയും കൂടി രക്ഷിക്കാൻ വേണ്ടിയാണ് ക്രിസ്ത്യാനിയെ ഉണ്ടാക്കിയിരിക്കുന്നത്, ക്രിസ്ത്യാനിയെ അഭിഷേകം ചെയ്തിരിപ്പിക്കുന്നത്. അവരെ നമ്മളെ പീഡിപ്പിച്ചെന്ന് പറഞ്ഞിട്ട് മാറ്റി നിർത്താനല്ല. ഈശോയെ പീഡിപ്പിച്ച, ഈശോയെ ചങ്കിന് കുത്തിയ, ഈശോയെ കുരിശിൽ തറച്ച അവരോട് ഈശോ എന്ത് ചെയ്തു? ഈശോ പറഞ്ഞു, പിതാവേ അവരറിയുന്നില്ല അവരെന്താ ചെയ്യണേന്ന്, അവരോട് ക്ഷമിക്കണേ. കണ്ടോ, അവരെ നേടി. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ പ്രപഞ്ചത്തിലുള്ള സകല മനുഷ്യരെയും രക്ഷിക്കാനുള്ള പദ്ധതിയുടെ ഉടമ്പടിയായിരുന്നു നോഹ പാപ്പനോട് ചെയ്തതും. ആ ഉടമ്പടിയുടെ നടത്തിപ്പുകാരാണ് നമ്മളെല്ലാം.
Praise the Lord. വിജാതീയർ മുതൽ കാലത്തുടനീളം സുവിശേഷത്തിൻ്റെ സാർവത്രിക പ്രഘോഷണ ഘട്ടം വരെ, അതായത് സുവിശേഷം സകല ജനങ്ങളോടും പ്രഘോഷിക്കപ്പെടും എന്നാ പറഞ്ഞേക്കുന്നത്. പ്രഘോഷിക്കപ്പെടും. ഹല്ലേലൂയ. ഇവിടെ സുവിശേഷം തന്നെ ഇപ്പോഴും മനുഷ്യന് മനസ്സിലാകാൻ തുടങ്ങിയിട്ടേ ഉള്ളൂ. വിഷമിക്കേണ്ട. ബൈബിൾ ഉണ്ടായിട്ട് ഇപ്പോൾ 2000 വർഷമായി ഇതൊക്കെ എഴുതിയിട്ട് നമ്മുടെ കയ്യിൽ കിട്ടിയിട്ട് 50 വർഷമായിട്ടുള്ളൂ. അതുകൊണ്ട് വിഷമിക്കേണ്ട. ഇതെല്ലാം നടക്കും. മത്തായി 24:14 രാജ്യത്തിൻ്റെ ഈ സുവിശേഷം ലോകം മുഴുവൻ പ്രഘോഷിക്കപ്പെടും. അത്രയ്ക്ക് ശുഭാപ്തി വിശ്വാസത്തോടെ വേണം നമ്മൾ ഈ സുവിശേഷം കയ്യിലെടുക്കാൻ. നോഹയുമായി ദൈവം നടപ്പാക്കിയ ഉടമ്പടി, അതാണ് നമ്മൾ ഉടമ്പടിയിൽ വിശ്വസിക്കണം. നോഹയോട് ചെയ്ത ഉടമ്പടി, അബ്രാഹത്തിനോട് ചെയ്ത ഉടമ്പടി, മോശയോട് ചെയ്ത ഉടമ്പടി, ദാവീദിനോട് ചെയ്ത ഉടമ്പടി, അതിൻ്റെ എല്ലാം പൂർത്തീകരണം കർത്താവ് ഈശോ മിശിഹായിലൂടെ നടപ്പായ ഉടമ്പടി. അതിലൂടെയാണ് പ്രാർത്ഥനയും സാർവത്രിക രക്ഷയും. അപ്പോൾ നോഹയുമായി ദൈവം നടപ്പാക്കിയ ഉടമ്പടി വിജാതിയരുടെ കാലത്തുടനീളം സുവിശേഷത്തിൻ്റെ സാർവത്രിക പ്രഘോഷണ ഘട്ടം വരെ പ്രാബല്യമുള്ളതാണ്. ക്രിസ്ത്യാനികൾക്ക് വേണ്ടി മാത്രമാണോ ആ ഉടമ്പടി? സകല ജനത്തിനും വേണ്ടിയുള്ള രക്ഷ ഇതാ എൻ്റെ കണ്ണ് കണ്ടു കഴിഞ്ഞിരിക്കുന്നു എന്ന് ആ പരിശുദ്ധനായ ശിമിയോൻ കുഞ്ഞിനെ കയ്യിലെടുത്തുകൊണ്ട് പറഞ്ഞത് എന്താണ്? ഈ ഉടമ്പടി എല്ലാം ഈ കുഞ്ഞിൽ പൂർത്തിയായിരിക്കുന്നു. പരിശുദ്ധാത്മാവാണ് അദ്ദേഹത്തിനോട് അത് പറയുന്നത്. ജനതകളിൽ തന്നെ മഹത് വ്യക്തികളായിരുന്ന പലരെയും വിശുദ്ധ ഗ്രന്ഥം ആദരിക്കുന്നുണ്ട്. ധാർമ്മികനായ ആബേലും ക്രിസ്തുവിൻ്റെ പ്രതിരൂപമായിരുന്ന രാജപുരോഹിതൻ മെൽക്കിസദേക്കും, ധർമ്മിഷ്ഠരായ നോഹയും ദാനിയേലും ജോബും ഇതിനുദാഹരണങ്ങളാണ്. നോഹയുമായിട്ടുള്ള ഉടമ്പടി അനുസരിച്ച് ജീവിക്കുന്നവർക്ക് ചിതറിപ്പോയ ദൈവമക്കൾ എല്ലാവരെയും ഒരുമിച്ച് ചേർക്കുന്ന 15 കണ്ടോ? യോഹന്നാൻ 11:52. യോഹന്നാൻ 11:52. 11:52 പറയുമ്പോൾ ആ ലാസറിനെ ഉയർപ്പിച്ച് കഴിഞ്ഞ് ലാസർ ഉയർത്തെഴുന്നേറ്റതോടുകൂടി അവർക്ക് ആകെ പ്രശ്നമായി. ലാസറിനെയും കൊല്ലണം, യേശുവിനെയും കൊല്ലണം എന്നുള്ള അവസ്ഥയായി. 11:52. 12 11:52. അവൻ അത് സ്വമേധയാ പറഞ്ഞതല്ല. അവരിലൊരുവനും ആ വർഷത്ത് പ്രധാന പുരോഹിതനുമായ കയ്യഫാസ് പറഞ്ഞു, നിങ്ങൾക്കൊന്നും അറിഞ്ഞുകൂടാ. ജനം മുഴുവൻ നശിക്കാതിരിക്കാനായി അവർക്ക് വേണ്ടി ഒരുവൻ മരിക്കുന്നത് യുക്തമാണെന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നുമില്ല. അവനിത് സ്വമേധയാ പറഞ്ഞതല്ല, പ്രത്യുത ആ വർഷത്തെ പ്രധാന പുരോഹിതൻ എന്ന നിലയിൽ ജനത്തിനു വേണ്ടി യേശു മരിക്കേണ്ടിയിരിക്കുന്നുവെന്ന് പ്രവചിക്കുകയായിരുന്നു. കേട്ടോ, കർത്താവ് അങ്ങനെയുള്ളവരിലൂടെയും പ്രവചിക്കും. ജനത്തിനു വേണ്ടി മാത്രമല്ല, ചിതറിക്കിടക്കുന്ന ദൈവമക്കളെ ഒരുമിച്ച് കൂട്ടുന്നതിന് വേണ്ടിയും. അതാണ്, ജനത്തിന് വേണ്ടി മാത്രമല്ല. അപ്പോൾ രക്ഷയുടെ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ പദ്ധതിയുടെ ആ വിശാലതയെ നമ്മൾ മനസ്സിലാക്കൂ. നമ്മുടെ പ്രാർത്ഥനയ്ക്ക് തന്നെ ഭയങ്കര ഒരു തുടിപ്പ് തോന്നും. മറിച്ച് ഇല്ല, അവരൊന്നും രക്ഷപ്പെടാൻ പാടില്ല, അവരൊക്കെ നമുക്ക് എതിരാളികളാണ്, അവരൊന്നും അനുഗ്രഹിക്കാൻ പാടില്ല, അവരെയൊക്കെ നമ്മളിൽ നിന്ന് അകറ്റ് എന്ന് ചിന്തിക്കുമ്പോൾ എന്തായിരിക്കും കർത്താവിൻ്റെ പ്രയാസം? മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ രക്ഷയുടെ സാർവത്രിക പ്രഘോഷണത്തെക്കുറിച്ച് നമുക്കുണ്ടാകേണ്ട ഒരു പോസിറ്റീവായിട്ടുള്ള കാര്യമാണ്. അതാണ് ഫ്രത്തേലി തൂത്തി, എല്ലാവരും സഹോദരന്മാർ. ഫ്രത്തേലി തൂത്തി, എല്ലാവരും സഹോദരന്മാർ. ഇത് നിങ്ങൾ കൈവശമാക്കിയിട്ടുണ്ടോ? ഇത് POC പബ്ലിഷ് ചെയ്ത് ഇതാ ഇവിടെ എത്തിയിരിക്കുന്നു.
ഫ്രത്തേലി തൂത്തി, എല്ലാ മനുഷ്യരും സഹോദരന്മാരാണ്. ഇത് നിങ്ങൾ വാങ്ങാത്തവർ വാങ്ങണം. എറണാകുളത്തുനിന്ന് POCയിലോ അല്ലെങ്കിൽ ബുക്ക് സ്റ്റോളിലെല്ലാം കിട്ടും. ഇത് വാങ്ങണം, വായിച്ച് പഠിച്ച് ആരംഭിക്കണം. ചിതറിപ്പോയ നോഹയുമായിട്ടുള്ള ഉടമ്പടി അനുസരിച്ച് ജീവിക്കുന്നവർക്ക്, ചിതറിപ്പോയ ദൈവമക്കൾ എല്ലാവരെയും ഒരുമിച്ച് ചേർക്കുന്ന ക്രിസ്തുവിൻ്റെ ആഗമനം പ്രതീക്ഷിച്ച് ജീവിക്കുന്നവർക്ക് പ്രാപിക്കാൻ കഴിയുന്ന വിശുദ്ധിയുടെ ഔന്നത്യം എന്തെന്ന് അങ്ങനെ തിരുലിഖിതം വെളിപ്പെടുത്തുന്നു. പ്രൈസ് ദ ലോർഡ്. അടുത്ത ഒരു പാരഗ്രാഫും കൂടിയുണ്ട് നമുക്ക് വായിക്കാൻ. 59 ഇവിടെ തന്നെ ഉണ്ടല്ലോ. ദൈവം അബ്രാഹത്തെ തിരഞ്ഞെടുക്കുന്നു. ചിതറിപ്പോയ മനുഷ്യവംശത്തെ മുഴുവനും ഒരുമിച്ച് ചേർക്കാനായി ദൈവം അബ്രാമിനെ വിളിച്ചുകൊണ്ട് പറഞ്ഞു, നിന്റെ നാട്ടിൽ നിന്ന് ബന്ധുക്കളുടെ ഇടയിൽ നിന്ന്, നിന്റെ പിതാവിൻ്റെ ഭവനത്തിൽ നിന്നും പുറത്തു വരിക. ദൈവം അവനെ അബ്രാഹം, അതായത് ജനതകളുടെ പിതാവാക്കി മാറ്റി. അബ്രാം എന്നായിരുന്നു പേര് മാറ്റി. കണ്ടോ, നമ്മുടെ എല്ലാവരുടെയും പേര് മാറ്റി. കണ്ടോ, നിന്നിൽ ഭൂമിയിലെ സർവ്വജനതകളും അനുഗ്രഹീതരാകും. ക്രിസ്ത്യാനികൾ മാത്രം അനുഗ്രഹീതരാകുമെന്നാണോ? ചിതറിപ്പോയ മനുഷ്യവംശത്തെ മുഴുവൻ ഒരുമിച്ച് ചേർക്കാനായി ദൈവം അബ്രാമിനെ പിന്നീട് ദൈവം എന്ന് പറഞ്ഞാൽ വിളിച്ചത്, നിന്റെ പേര് അബ്രാം എന്നല്ല, അബ്രാഹം എന്നാണ്. നീ സകല ജനതകളുടെയും പിതാവാണ്. അവിടെ മുതൽ സഭ ആരംഭിക്കുകയാണ്. അതാണ് സഭ. തിരുസഭയുടെ ആരംഭമാണ്. ജനതകളുടെ പ്രകാശം എന്നാണ് ലൂമൻ ജെൻഷ്യം 2-ാം വത്തിക്കാൻ സഭയുടെ പ്രമാണരേഖയിലെ ഏറ്റവും പ്രധാനമായ പ്രമാണരേഖ ജനതകളുടെ പ്രകാശം. ജനതകളുടെ പിതാവായിട്ട് അബ്രാഹമിനെ ഉയർത്തി. എന്നിട്ട് അബ്രാഹത്തിനോട് പറഞ്ഞു, നിന്നിൽ ഭൂമിയിലെ സർവ്വജനതകളും അനുഗ്രഹീതരാകും. അതാണ് മാർപ്പാപ്പ ഫ്രാൻസിസ് മാർപ്പാപ്പ, നമുക്കറിയാം, ഇറാഖിൽ പോയപ്പോഴും അബ്രാഹം ജനിച്ച ആ ഊർ എന്ന് പറഞ്ഞ സ്ഥലത്ത് ചെന്ന് ആദ്യമായിട്ട് ഒരു മാർപ്പാപ്പ സ്ഥലത്ത് കാലുകുത്തുന്നതും ആ അബ്രാഹത്തിൻ്റെ മക്കളായ 3 പ്രധാന വിശ്വാസ ശാഖകളിലുള്ളവരെയും ഒരുമിച്ച് കൂട്ടി അവിടെ ഒരു അനുഗ്രഹ പ്രാർത്ഥന പ്രപഞ്ചം മുഴുവന് വേണ്ടി നടത്തി. അബ്രാഹത്തോട് ദൈവം അരുളി ചെയ്ത ഉടമ്പടിയും ആ വാക്കുകളും ഓർത്തു. ദൈവം അബ്രാഹത്തോട് ഉടമ്പടി ചെയ്തിട്ടുള്ളതാണ്, നിന്നിൽ ഭൂമിയിലെ ഫ്രത്തേലെ തൂത്തി സകല ജനതകളും അനുഗ്രഹീതരാകും. നമ്മൾ അനുഗ്രഹിക്കണേ എന്ന് പറയും. നമ്മൾ കിടന്ന് കഷ്ടപ്പെട്ട് പറയേണ്ട ആവശ്യമില്ല. ദൈവം നൽകുന്ന അനുഗ്രഹത്തെ സ്വീകരിക്കാൻ നമ്മുടെ ഹൃദയം തുറന്നാൽ മതി. എല്ലാ മനുഷ്യരെയും സഹോദരന്മാരായി കണക്കാക്കുമ്പോൾ തന്നെ നമ്മുടെ ഹൃദയം ഈ അനുഗ്രഹത്തിന് തുറന്നു. ഫ്രാൻസിസ് മാർപ്പാപ്പ അബുദാബിയിൽ ചെയ്ത പ്രസംഗം ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതാണ്. ഇപ്പം എൻ്റെ മനസ്സിൽ വരികയാണ്. അവിടെ വെച്ചിട്ട് ആദ്യം പറഞ്ഞത്, മലയിലെ പ്രസംഗത്തിൻ്റെ ആദ്യ വാക്കാണ്, ബ്ലെസ്സഡ് ആർ ദ പുവർ. ബ്ലെസ്സഡ്. ഈശോ മലയിലെ പ്രസംഗത്തിൽ പറഞ്ഞു, നിങ്ങൾ ഭാഗ്യവാന്മാർ, നിങ്ങൾ അനുഗ്രഹീതർ. അവർ ക്രിസ്ത്യാനികളായിരുന്നോ? അല്ല. എന്നിട്ട് മാർപ്പാപ്പ പറഞ്ഞത് ഇതാണ്, ബ്ലെസ്സഡ് ആർ യു എന്നാണ് ഈശോ പറഞ്ഞത്. ഈശോ എന്ത് പറഞ്ഞു? ഈശോ ഇങ്ങനെ പറഞ്ഞില്ല, യു വിൽ ബി ബ്ലെസ്സഡ് എന്ന് പറഞ്ഞില്ല. നിങ്ങൾ അനുഗ്രഹീതരാകും, നിങ്ങൾ എന്നിൽ വിശ്വസിക്കുകയാണെങ്കിൽ അനുഗ്രഹീതരാകുമെന്നല്ല പറഞ്ഞത്. അതാണ് നമ്മൾ വിശ്വാസത്തിൽ മനസ്സിലാക്കേണ്ടത്. നിങ്ങൾ അനുഗ്രഹീതരാകുന്നു. കാരണം അബ്രാഹത്തിനോട് ചെയ്ത ആ ഉടമ്പടിയുടെ അവകാശികളാണ് നിങ്ങൾ. ആ ഉടമ്പടി അനുസരിച്ചിട്ടാണ് സകല ജനങ്ങൾക്കും വേണ്ടിയുള്ള രക്ഷയുമായിട്ട് ഞാനിതാ ദൈവം മനുഷ്യനായി അവതരിച്ച് നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നു. നിങ്ങൾ എന്നെ കാണുന്നു.
നിങ്ങൾ അനുഗ്രഹീതരാകുന്നു. ബ്ലെസ്സഡ് ആർ യു, ബ്ലെസ്സഡ് ആർ യു. നിങ്ങൾ അനുഗ്രഹീതരാകുന്നു. നിങ്ങൾ അനുഗ്രഹീതരാകും എന്നല്ല പറഞ്ഞത്. ഇത്രയൊന്ന് വിശ്വസിച്ചേ. ഇതാണ് നമുക്കുണ്ടാകേണ്ട വിശ്വാസം. നമ്മൾ മറ്റുള്ളവരെ കാണുമ്പോൾ, നമ്മുടെ മക്കളെ തന്നെ കാണുമ്പോൾ, നമ്മൾ പറയുന്നത് അനുസരിക്കാതെ, പ്രാർത്ഥിക്കാതെ, പള്ളിയിൽ പോകാതെ, നമ്മളോട് തട്ടുത്തരം നടത്തുന്നവരെ കാണുമ്പോഴും നമ്മളിത് വിശ്വസിക്കണം. കർത്താവേ, അങ്ങ് അരുളി ചെയ്തല്ലോ, ഈ ഉടമ്പടി ഇവർക്ക് കൂടി ബാധകമാണ്, ഇവർ അനുഗ്രഹീതരാകുന്നു. നമുക്ക് നന്ദിയോടെ സ്തുതിക്കാം.